അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ സന്തോഷത്തോടെ വായിച്ചിരുന്ന വാർത്തകളാണ് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് വളരെ സന്തോഷകരമായ കാര്യങ്ങൾ തന്നെ ഈ അടുത്ത സമയങ്ങളിലായി ഏകദേശം ഒരു 7600ഓളം ആളുകളെ അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു. അൽഹംദുലില്ലാ, സന്തോഷം തന്നെയാണ്. പക്ഷേ ആ തുടക്കത്തിൽ കണ്ടതുപോലെയുള്ള ആ ഒരു വാർത്തകൾ കുറഞ്ഞു വരുന്നോ എന്ന് സംശയിക്കുന്നു. ഒരിക്കലും അതിൽ കുറവുണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ രക്ഷാമാർഗങ്ങളിൽ ഒരു നിർണായകമായ പങ്ക് ലഹരി മുക്ത നിലപാടിനുണ്ട്. നാം തിരിച്ചറിയുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, വളരെ വ്യക്തമായ രീതിയിൽ നമ്മോട് പറയുന്നു. അൻ ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹ, ഉമ്മി സലമ റളിയല്ലാഹുവിനെ തൊട്ടുള്ള നിവേദനം, കാലത്ത് അവർ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു, അൻ കുല്ലി മുസ്കിരിൻ, മനുഷ്യനെ ലഹരിയിലാക്കുന്ന, മനുഷ്യനെ മസ്താക്കുന്ന, മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. വമുഫത്തരിൻ മാനസികമായ നില, അല്ലെങ്കിൽ ബുദ്ധിയെ ക്ഷയിപ്പിക്കുന്ന മാനസിക നില തകരാറിലാക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും തന്നെ 100% തടയേണ്ടതാണ്, വിരോധിക്കേണ്ടതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ പ്രായോഗികമായ നിലപാടിലൂടെ അറേബ്യയെ, ആ കള്ളിലും പെണ്ണിലും മുഴുകിയിരുന്ന ആ സമൂഹത്തെ ഇത്തരം നിരോധനങ്ങളിലൂടെ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമായി രൂപപ്പെടുത്തിയത് ചരിത്രത്തിൽ നാം കണ്ടു. ആ ചരിത്രങ്ങൾ കാലങ്ങളിൽ ആവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം തൂഫാൻ ഓപ്പറേഷനുകൾ അതിനൊക്കെയുള്ള പ്രേരകവും വഴിയുമാകട്ടെ. ഇല്ല, നമ്മൾ അനുവദിക്കരുത്. ആ തൂഫാനിൻ്റെ തകർച്ചയ്ക്ക്, ആ തൂഫാനിൻ്റെ നിന്നുപോക്കിന് നാം കാരണമാകരുത്. നാം പ്രോത്സാഹനമാകേണ്ടതുണ്ട്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.